ചാനൽ eMalayali.comന്റെ ഏറ്റവും പുതിയ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡിലേക്ക് പ്രവാസി ചാനൽ eMalayaliയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗായത്രി പ്രദീപ്. നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് നിർത്താൻ ഐക്യരാഷ്ട്രസഭയോട് ട്രംപിന്റെ അഭ്യർത്ഥന. ലോക പാരാ അത്ലറ്റിക്സിന് ന്യൂഡൽഹി ഒരുങ്ങി. കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ത്യ സന്ദർശനത്തിന്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചാൽ യുക്രൈന്റെ പ്രസിഡന്റ് സ്ഥാനമൊഴിയാൻ തയ്യാറെന്ന് സെലൻസ്കി. ഇറക്കുമതി മരുന്നുകൾക്കും ഫർണിച്ചറിനും ഒക്ടോബർ 1 മുതൽ തീരുവ ചുമത്തി ട്രംപ്. നോക്കാം വാർത്തകൾ വിശദമായി. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്തു മതം സംരക്ഷിക്കുന്നതിനും ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് നിർത്താനും പ്രസിഡന്റ് ട്രംപ് ഐക്യരാഷ്ട്രസഭയിൽ അഭ്യർത്ഥിച്ചു. യാഥാസ്ഥിതിക ഐക്കണും ക്രിസ്ത്യൻ സുവിശേഷകനുമായ ചാർലി കിർക്കിന്റെ കൊലപാതകത്തിന് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായ വ്യാപകമായ പീഡനങ്ങൾക്കെതിരെ കണ്ണടച്ചതായി ആരോപിക്കപ്പെടുന്ന ആഗോള അന്തർ സർക്കാർ സംഘടനയെക്കുറിച്ച് ട്രംപ് തുറന്നു പറഞ്ഞു. ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതം ഉൾപ്പെടെ മതസ്വാതന്ത്ര്യം നമുക്ക് സംരക്ഷിക്കാം, അതിനെ ക്രിസ്തുമതം എന്ന് വിളിക്കുന്നു, ട്രംപ് ചൊവ്വാഴ്ച പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. 2023 ഒക്ടോബർ 1-നും 2024 സെപ്റ്റംബർ 30-നും ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ശരാശരി 12 അനുയായികൾ ഓരോ 2 മണിക്കൂറിലും ഒരാൾ എല്ലാ ദിവസവും കൊല്ലപ്പെടുന്നുണ്ടെന്ന് പീഡന ട്രാക്കർ ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ട് ചെയ്തു. ലാഭേച്ഛയില്ലാത്ത സംഘടനയുടെ കണക്കനുസരിച്ച് ഈ കാലയളവിൽ ഏകദേശം 4476 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. സൊഹ്റാൻ ഉപ ആഫ്രിക്കയിൽ മാത്രം 1700-ലധികം ക്രിസ്ത്യൻ സ്ത്രീകൾ മതത്തിൻ്റെ പേരിൽ ലൈംഗികമായി ആക്രമിക്കപ്പെട്ടതായി ഓപ്പൺ ഡോഴ്സ് കണ്ടെത്തി. കൂടാതെ 7100-ലധികം ക്രിസ്ത്യൻ ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകൾ ആക്രമിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. ഓരോ വർഷവും ഈ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായി ഓപ്പൺ ഡോഴ്സ് യുഎസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ റയാൻ ബ്രൗൺ ദി ഫെഡറലിസ്റ്റിനോട് പറഞ്ഞു. മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നവർ ദശലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന കടുത്ത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ആഴത്തിൽ വിഭജിക്കപ്പെട്ട രാജ്യത്ത് ഏത് മതമാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് പലരും ചർച്ച ചെയ്യാൻ ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ മതസ്വാതന്ത്ര്യമെന്ന അടിസ്ഥാന മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു, ബ്രൗൺ ദി ഫെഡറലിസ്റ്റിന് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് വെളിച്ചം വീശുന്നത് നിർണായകമാണ്. പലപ്പോഴും അന്താരാഷ്ട്ര സമൂഹം അനീതിക്ക് നേരെ കണ്ണടയ്ക്കുന്നു, അമേരിക്കൻ സെന്ററിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർദാൻ സെക്കുലോവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് eMalayali. 12ാമത് ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആദ്യമായി ഇന്ത്യയിൽ നടക്കുന്നു. ഈ മാസം 27 മുതൽ ഒക്ടോബർ 5 വരെ ന്യൂഡൽഹിയിലാണ് മത്സരങ്ങൾ. 4ാം തവണയാണ് ഈ മേള ഏഷ്യയിൽ നടക്കുന്നത്. 2015 ദോഹയിലും 2019 ദുബായിലും 2024 കൊബയിലും നടന്നു. കൊബയിൽ ഇന്ത്യ 6 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും നേടിയിരുന്നു. ഇതുവരെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം ഇതാണ്. ലണ്ടനിൽ 2017 ആദ്യ സ്വർണം നേടിയ ഇന്ത്യ ദുബായിൽ 2-ഉം 2023 പാരീസിൽ 3-ഉം സ്വർണം നേടിയിരുന്നു. പാരീസിലാണ് ഇന്ത്യ ആദ്യമായി മെഡൽ നേട്ടത്തിൽ 2 അക്കം കണ്ടത്. 3 സ്വർണം 4 വെള്ളി 3 വെങ്കലം. കഴിഞ്ഞ വർഷം 1073 അത്ലറ്റുകൾ 168 ഇനങ്ങളിൽ മത്സരിച്ചെങ്കിൽ ഇത്തവണ ഒരു മിക്സഡ് ഇനം ഉൾപ്പെടെ 186 ഇനങ്ങളിൽ മത്സരം പ്രതീക്ഷിക്കുന്നു. 400-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പാരാ അത്ലറ്റുകൾ ന്യൂഡൽഹിയിൽ മത്സരിക്കും. മത്സരങ്ങൾ ശനിയാഴ്ചയാണ് തുടങ്ങുക. 73 താരങ്ങളാണ് ഇന്ത്യൻ ടീമിലുള്ളത്. 19 വനിതകളുണ്ട്. 35 പേർക്ക് ലോക ചാമ്പ്യൻഷിപ്പിൽ അരങ്ങേറ്റമാണ്. പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യയ്ക്കൊപ്പം കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയവും കൈകോർക്കുന്നതിനാൽ മേള വൻ വിജയമായിരിക്കുമെന്നാണ് പ്രതീക്ഷ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് പ്രധാന വേദി. ത്യാഗരാജ് സ്റ്റേഡിയവും കോമൺവെൽത്ത് ഗെയിംസ് വില്ലേജുമാണ് പരിശീലന വേദികളായി ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റേഡിയത്തിൽ മോണ്ടോ ട്രാക്കിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 29-ന് നടന്നു. ഇന്ത്യൻ ഓയിലാണ് പ്രായോജകർ. ലോകം ഒരു കുടുംബമാണെന്ന മുദ്രാവാക്യം ഉയർത്തി പാരാ സ്പോർട്സിന് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ക്ലബ് ത്രോയിൽ സ്വർണം നേടിയ ധരംബീർ നെയ്നും പ്രിന്റിൽ ഇരട്ട വെങ്കലം നേടിയ പ്രീതി പാലുമാണ് ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പതാക പിടിക്കുക. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒളിമ്പിക്സിലോ പാരാലിമ്പിക്സിലോ ട്രാക്ക് ഇനത്തിൽ മെഡൽ നേടിയ ആദ്യ താരമാണ് പ്രീതി പാൽ. പാരീസിൽ 100 മീറ്ററിലും 200 മീറ്ററിലുമാണ് പ്രീതി വെങ്കലം നേടിയത്. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ 7 സ്വർണം ഉൾപ്പെടെ 29 മെഡൽ നേടിയതിൽ 4 സ്വർണം ഉൾപ്പെടെ 17 മെഡലുകൾ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ നിന്നായിരുന്നു. എന്നാൽ 2021 ടോക്കിയോവിൽ
സുമിത് ആൻഡിൽ മാത്രമാണ് അത്ലറ്റിക്സിൽ സ്വർണം നേടിയത്. 4 വെള്ളിയും 2 വെങ്കലവും ട്രാക്ക് ആൻഡ് ഫീൽഡിൽ ടോക്കിയോയിൽ ലഭിച്ചു. പാരീസിലെ പ്രകടനം ഇന്ത്യക്ക് ലോക പാരാ അത്ലറ്റിക്സിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. സുരക്ഷയിലും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയം ഏറെ ജാഗ്രത പുലർത്തുന്നുണ്ട്. 300-ലധികം വോളണ്ടിയർമാരെയും 1000-ലധികം പോലീസുകാരെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി. കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ത്യ സന്ദർശിക്കുന്നതായി റിപ്പോർട്ട്. ഇന്ത്യ-കാനഡ ബന്ധം ശക്തിപ്പെടുത്താനാണ് സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന പ്രശ്നം ചർച്ച ചെയ്ത് പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്ന് അനിൽ ആനന്ദ് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറമെ ചൈനയും ഇവർ സന്ദർശിക്കുമെന്നാണ് വിവരം. ഇന്ത്യയുമായും ചൈനയുമായും വ്യാപാര നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനാണ് കാനഡയുടെ താൽപ്പര്യമെന്ന് അനിത ആനന്ദ് പറഞ്ഞു. ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിക്കിടെയാണ് അനിൽ ആനന്ദ് നയം വ്യക്തമാക്കിയത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങൾ തടയൽ, രഹസ്യവിവര കൈമാറ്റം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നുണ്ട്. കാനഡയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ CSIS ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ഇക്കാര്യത്തിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂണിൽ കാനഡയിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ക്രിയാത്മക നടപടി സ്വീകരിക്കാൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി. റഷ്യയുമായുള്ള യുദ്ധം അവസാനിച്ചാൽ യുക്രൈൻ പ്രസിഡന്റ് സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് അറിയിച്ച് വ്ളാഡിമിർ സെലൻസ്കി. വെടിനിർത്തൽ നിലവിൽ വന്നാൽ തിരഞ്ഞെടുപ്പ് നടത്താൻ യുക്രൈൻ പാർലമെന്റിനോട് ആവശ്യപ്പെടുമെന്നും സെലൻസ്കി വാഗ്ദാനം ചെയ്തു. ഒരു ചാനൽ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ തന്റെ ജോലി പൂർത്തിയായതായി കണക്കാക്കുമോ എന്ന ചോദ്യത്തിന് താൻ സ്ഥാനമൊഴിയാൻ തയ്യാറാണ് എന്ന് സെലൻസ്കി മറുപടി നൽകി. ഇപ്പോൾ തന്റെ പരമമായ ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കുക മാത്രമാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കി. യുദ്ധവിരാമം നേടിയാൽ പാർലമെന്റിനോട് തിരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുമെന്നും താൻ മത്സരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2021 തിരഞ്ഞെടുക്കപ്പെട്ട സെലൻസ്കി 2022 ഫെബ്രുവരിയിൽ റഷ്യയുമായുള്ള യുദ്ധം തുടങ്ങിയതോടെ സൈനിക നിയമം പ്രഖ്യാപിച്ചിരുന്നു. ഇതുകാരണം 2024 തിരഞ്ഞെടുപ്പ് മാറ്റിവച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി. ഒക്ടോബർ 1 മുതൽ ബ്രാൻഡഡ് പേറ്റന്റ് ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളുടെ ഇറക്കുമതിക്ക് 100% വരെ താരിഫ് ഏർപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു. ഈ നീക്കം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ സാരമായി ബാധിച്ചേക്കാം. US-ൽ ഫാക്ടറി തുറന്ന് ഉത്പാദനം നടത്താൻ തയ്യാറായുള്ളവർക്ക് തീരുവയിൽ ഇളവ് നൽകുമെന്നും ട്രംപ് അറിയിച്ചു. സെമി ട്രക്കുകൾക്കും കിച്ചൺ ക്യാബിനറ്റ്, വീടുകളിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചർ എന്നിവയ്ക്കും ഒക്ടോബർ 1 മുതൽ ഇറക്കുമതി തീരുവ ചുമത്തും. ആരോഗ്യരക്ഷാ രംഗത്തും ഭവന നിർമ്മാണ രംഗത്തിലും വലിയ സമ്മർദ്ദമുണ്ടാക്കുന്ന നീക്കമാണിത്. ഫർണിച്ചർ ഉൾപ്പെടെയുള്ള പാർപ്പിട സൗകര്യങ്ങൾക്ക് ചൈന, വിയറ്റ്നാം, മെക്സിക്കോ എന്നീ രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. കിച്ചൺ ക്യാബിനറ്റുകൾക്കും ശുചിമുറി അലങ്കാര വസ്തുക്കൾക്കും 50% തീരുവ ചുമത്തും. അപ്ഹോൾസ്റ്ററിയുള്ള ഫർണിച്ചറിനും 30%, സെമി ട്രക്കുകൾക്ക് 25%. ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, 2025 ഒക്ടോബർ 1 മുതൽ ഒരു കമ്പനി അമേരിക്കയിൽ അവരുടെ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണ പ്ലാന്റ് നിർമ്മിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നത്തിന് ഞങ്ങൾ 100% താരിഫ് ചുമത്തും. നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഉണ്ടാകില്ല. അടുക്കള ക്യാബിനറ്റുകളുടെയും ബാത്ത് വാനിറ്റികളുടെയും ഇറക്കുമതിക്ക് 50%, അപ്ഹോൾസ്റ്റേഡ് ഫർണിച്ചറുകൾക്ക് 30%, ഹെവി ട്രക്കുകൾക്ക് 25% താരിഫും ഉൾപ്പെടുന്നു. ഫർണിച്ചറുകളും ക്യാബിനറ്ററിയും അമേരിക്കയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഹെവി ട്രക്കുകളും പാർട്സുകളും നമ്മുടെ സ്വന്തം ഉൽപ്പാദകരെ ദോഷകരമായി ബാധിക്കുന്നു. ദേശീയ സുരക്ഷയ്ക്കും മറ്റു കാരണങ്ങളാലും താരിഫുകൾ ആവശ്യമാണ്, പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഏറ്റവും പുതിയ നീക്കം ഇന്ത്യൻ ഫാർമ വ്യവസായത്തെ ദോഷകരമായി ബാധിക്കും. കാരണം NDTV റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ വിപണി. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ $27.9 ബില്യൺ മൂല്യമുള്ള ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങളിൽ 31% അല്ലെങ്കിൽ $8.7 ബില്യൺ US-ലേക്കാണ് പോയത്. 2025 ആദ്യ പകുതിയിൽ മാത്രം $3.7 ബില്യൺ ഫാർമ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു. ഏറ്റവും പുതിയ അമേരിക്കൻ താരിഫുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ബ്രാൻഡഡ് പേറ്റന്റ് ചെയ്ത മരുന്നുകളെയാണ്. ബഹുരാഷ്ട്ര ഭീമന്മാർ ആധിപത്യം പുലർത്തുന്ന ഒരു വിഭാഗം ഇന്ത്യയിൽ നിന്നുള്ള സങ്കീർണമായ ജനറിക്കുകളും സ്പെഷ്യാലിറ്റി മരുന്നുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്ന് NDTV റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി.
ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും പങ്കുവെക്കുന്ന പ്രവാസി ചാനൽ eMalayali.comന്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൌണ്ട് ദ വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും news@pravasichannel.com എന്ന ഇമെയിലിൽ ഞങ്ങളെ അറിയിക്കുക. അറൌണ്ട് ദ വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡുമായി അടുത്തയാഴ്ചയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.